ഏറ്റവും ഒടുവിലായി കോഴിക്കോട് നടക്കാവിലാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടായത്. 9 പേരെ നായ ആക്രമിച്ചു എന്നാണ് വിവരം. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അപ്പം ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി, കടി കൊടുങ്ങാനായിട്ട് സൈഡാക്കി നിർത്തിയ പോലെ ഇപ്പം നിർത്തി. സ്കൂട്ടറിൽ ഒരു ഫോൺ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ ഫോൺ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഫോൺ എടുത്ത് കയ്യിൽ വന്നില്ല. അപ്പോഴേക്ക് തന്നെ വന്ന് കടിക്കൽ കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഞാൻ ഒന്നിച്ച് വീണുപോയി. അപ്പോൾ പിന്നെ അതിൽ നായ പെട്ടെന്ന് പോയി. ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നായൻ്റെ ഫോട്ടോ ഒന്നും പകർത്തി എടുക്കാമല്ലോ, അത് വരുന്ന വഴിയാണല്ലോ. നേരത്തെ തന്നെ ഓടുന്നത്. ആ സമയത്ത് അതേ റൂട്ടിൽ വരുന്ന വേറൊരു പയ്യനെ അപ്പോൾ തന്നെ കടിക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അയാൾ മലപ്പുറം ജില്ലക്കാരനാണ്, പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. അത് നേരെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കടിക്കുന്നത്. എന്തായാലും ഭ്രാന്ത് ഉണ്ടെന്നുള്ള ഷുവറാണ്. ഇംഗ്ലീഷ് പള്ളി ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ നടക്കായിരുന്നു. അപ്പം അവിടെ നിന്ന് കടിച്ചോ. കാലിലാണ് കടിച്ചത്. 3 മുറിവുണ്ട്, 2-3 മുറിവുണ്ട്. ഞാൻ കറുത്ത നായി. ഞാൻ വീണ് പോയി. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാല് നായിൻ്റെ അതിലല്ലേ. അപ്പം കടക്കാർ പിന്നെ ചെയ്ത് ഞാൻ പിന്നെ അങ്ങോട്ട് ഇതാക്കി കാലൊക്കെ കഴുകി വന്നു. അപ്പം ഞാൻ കണ്ടിട്ടില്ല നായി. ഞാനത് കണ്ടിട്ടില്ല ഇതുവരെയായിട്ടാ നായിനെ അവിടെ. ഓപ്പോസിറ്റ് നടന്നു വരുമായിരുന്നു. ഞാൻ ക്ലാസ്സിന് പോയായിരുന്നു. പെട്ടെന്ന് കയറി കടിച്ച്. ഞാൻ വിചാരിച്ചു നായ അതുവഴിയാണ് പോകും വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് കയറി കടിച്ചിങ്ങനെ പിടിച്ച് നിന്ന് കുറച്ച് നേരം. പിന്നെ ബാഗ് വീശി വെക്കുമ്പോൾ നായ അങ്ങ് പോയി. എൻ്റെ തൊട്ട് മുന്നേ കടിച്ചായിരുന്നു ചേട്ടൻ സാർ മാഷിന്. അപ്പോൾ മൂപ്പര് പിന്നെ അവിടെ ഓടി വന്നു. പിന്നെ അവിടുത്തെ പരിസരത്തുള്ള ചേട്ടന്മാർ സഹായിച്ച് സോപ്പും കാര്യങ്ങളൊക്കെ തന്ന് കഴുകാനും പറ. ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തായിരുന്നോ? ക്ലാസ്സിലോട്ട് പോയിരുന്നു രാവിലെ 11 മണിക്ക്. നമുക്കിപ്പം രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, ഈ നടക്കാവുകാർക്ക് പേടിയോടെ അല്ലാതെ പുറത്തിറങ്ങാനാകുന്നില്ല. ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ ആശങ്ക വലിയ രീതിയിലാണ്. ഇപ്പോൾ 9 പേരെയാണ് ഈ നായ കടിച്ചിട്ടുള്ളത്. ജയലക്ഷ്മി, തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ്. 9 പേരെ, വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും ഒക്കെ നായ കടിച്ചിട്ടുണ്ട്. ഒരു നായ തന്നെ റോഡിലൂടെ ഓടി നീങ്ങി ആളുകളെ കടിക്കുകയാണ് ഉണ്ടായത്. നടക്കാവ് മുതൽ ക്രിസ്ത്യൻ കോളേജ് പരിസരം, അവിടെ നിന്ന് ഇങ്ങോട്ട് നഗരത്തിലേക്ക് എത്തുന്ന വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് ഒരേ നായ ആളുകളെ കടിച്ചത്. 9 പേരും ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത്. ഒരു കറുത്ത നായയാണ്. എന്തായാലും അതിൻ്റെ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളൊക്കെ തോന്നിയിരുന്നു എന്നാണ് കടികൊണ്ട ആളുകളും ദൃക്സാക്ഷികളും പറയുന്നത്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി സംസാരിച്ചതുണ്ട്. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഉച്ചയ്ക്ക് ആ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്താണ് കുട്ടിയുടെ കാലിന് നായ കടിക്കുന്നത്. അവിടെ നിലത്ത് വീഴുകയാണ് ഉണ്ടായത്. ശബ്ദമുണ്ടാക്കി പിന്നീട് കണ്ടു നിന്ന ആളുകളൊക്കെ ചേർന്ന് നായയെ ഓടിച്ചു വിടുകയായിരുന്നു. അപ്പം ഒരു വിദ്യാർത്ഥി, മലപ്പുറം സ്വദേശിയാണ്, ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നായ കാലിൽ കടിക്കുന്നു. ബാഗ് കൊണ്ട് വീശി നായയെ ഓടിക്കുകയായിരുന്നു. പിന്നീട് റിട്ടയർഡ് അധ്യാപകൻ, മൂന്നാമതായി നമ്മളോട് സംസാരിച്ച അദ്ദേഹം, സ്കൂട്ടറിൽ ജസ്റ്റ് ഒന്ന് അവിടെ നിർത്തിയ സമയത്ത് നായ വന്ന് കടിക്കുകയായിരുന്നു. അങ്ങനെ നിരവധിയായ ആളുകൾക്ക് നടന്ന ആ സമയത്ത് അതിലൂടെ വന്ന ആളുകൾക്ക് ഉടനീളം നായയുടെ കടിയേറ്റിട്ടുണ്ട്. നഗരമധ്യത്തിൽ തന്നെയാണെന്നതും ആശങ്കപ്പെടുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പെരുമണ്ണയിൽ 3 പേരെ നായ കടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3.5 വയസ്സുകാരൻ വീട്ടുമുറ്റത്ത് കളിക്കുന്ന സമയത്ത് നായ കടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടിയുടെ തലയ്ക്കും ചെവിക്കും ആഴത്തിലുള്ള മുറിവുണ്ടായി. ജില്ലയിൽ തന്നെ പയ്യോളിയിൽ, ഇരിങ്ങൽ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നായയുടെ ആക്രമണം ഉണ്ടായി. പിഞ്ചു കുഞ്ഞുൾപ്പെടെ 5 പേർക്കാണ് കടിയേറ്റിരുന്നത്. ഇന്നിപ്പോൾ ഈ നഗരത്തിലും നായയുടെ കടി ഏറ്റിരിക്കുകയാണ്. ഈ നഗരത്തിലെ ABC സെൻറ്ററിൻ്റെ പ്രവർത്തനം ഉണ്ട്. പക്ഷേ ഏതായാലും തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്നു, കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നത് വളരെ ആശങ്കപ്പെടുത്തുന്നൊരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.